നിങ്ങൾക്ക് വീടുണ്ടോ? വീടില്ല. നിങ്ങളിപ്പോൾ രാത്രിയിൽ ഉറങ്ങുന്നത് എവിടെയാണ്? എവിടെയെങ്കിലും കടകളിൽ അറിയുന്ന ആൾക്കാരാണ്. അവിടെ കടകളിൽ അറിയുന്ന ആൾക്കാരുടെ കടകളുടെ തന്നെയാണ് ഉറങ്ങുന്നത് അല്ലേ? നടത്തറ അവിടെ താമസിക്കും. നടത്തറ താമസിക്കണേ? നടത്തറ സൈറ്റിലെ ബിൽഡിംഗ് ഉണ്ട് അവിടെ. നടത്തറ ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. നടത്തറ എവിടെ താമസിക്കുന്നു? എനിക്ക് നടത്തറ എല്ലാം പരിചയമുള്ള സ്ഥലമാണ്. അത് ഇപ്പുറത്തെ ഈ സൈഡിൽ. അതായത് സിഗ്നലിൻ്റെ ഇപ്പുറത്താണോ സിഗ്നലിൻ്റെ അപ്പുറത്താണോ? അപ്പുറത്ത് കടകളില്ല. കടകളുണ്ട്. മെഡിക്കൽ ഷാപ്പുണ്ട്, ഇവിടെ സൂപ്പർ രണ്ട് പല കടകളും ഉണ്ട് അവിടെ. വലിയ ബിൽഡിംഗ് ആണ്. വലിയ ബിൽഡിംഗ് ഉണ്ട്. അവിടെ. അത് ശരി. നിങ്ങൾക്ക് ജയ ബേക്കറി എന്ന് പറഞ്ഞാൽ അറിയോ? അത് അത്രയ്ക്ക് അറിവില്ല. എന്താണ് ജയ ബേക്കറി? ബേക്കറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആ അതെ, നടത്തറ സിഗ്നൽ റോഡിലെ അപ്പുറത്താണ്. അതെ, ഒന്നിലെ ജയ ബേക്കറിയുടെ സൈഡ്, അതല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്ത് രണ്ട് മെഡിക്കൽ ഷാപ്പൊക്കെ ഉണ്ട്. ആ നാലുകൂടി ജംഗ്ഷനിലെത്തണം. റോഡിലെ അപ്പുറത്തില്ല, ഇപ്പുറത്ത്. അത് ശരി, റോഡിൻ്റെ അപ്പുറത്തല്ല. അതായത് വലിയ റോഡിൻ്റെ അപ്പുറത്തേക്ക് കിടക്കണ്ട. മനസ്സിലായി. ഈ റോഡിലെ അപ്പുറത്ത്. ഇപ്പം എനിക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾ അവിടെയാണ് കിടക്കുന്നത് അല്ലേ? രാത്രി എവിടെയാണ് കിടക്കുന്നത്? അപ്പം നിങ്ങളെ രാത്രി ഞാൻ അവിടെ അന്വേഷിച്ചു വന്ന് കാണും. പിന്നെ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് എങ്ങനെയാണ്? ഭക്ഷണം ആരെങ്കിലും വീട്ടിൽ തരും, ചേച്ചിമാരൊക്കെ സഹായിക്കും. ആരെങ്കിലും സഹായിക്കും, അങ്ങനെ ഭക്ഷണം കഴിക്കും. ഞാനിന്ന് നിങ്ങളെ ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് കൂട്ടിപ്പോയപ്പോൾ നിങ്ങൾക്ക് ചായ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേറെ ദോശയോ ഇഡ്ഡലിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇറങ്ങുന്നില്ല. ചോറ് കൊടുത്തായിരുന്നു ആ ചേച്ചി അവിടെ ഇട്ടു. രാത്രിയിൽ പോകുന്നില്ല, എന്താ ചെയ്യും? ചോറ് അവിടെ തന്നായിരുന്നു ചേച്ചി. ആ ചേച്ചി തിന്നാൻ പറഞ്ഞു, അവിടെ ഇട്ടു. തിന്നാനാവണില്ല. ഇതിൽ ചോറ് കാണാനില്ലല്ലോ, ഇതിൽ ചോറില്ലല്ലോ. അവിടെ ഇട്ടു. തിന്നാനാകാണ്ട് ചോറ് കളഞ്ഞു. അത് ശരി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഉച്ച നേരത്തെ ഒരു ബിരിയാണി മേടിച്ച് തന്നാലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല? അപ്പോൾ നിങ്ങൾക്ക് വിശപ്പില്ല? ഇറങ്ങണില്ല. അത് ശരി. അപ്പം നെയ്ച്ചോറായാലും ഇറങ്ങില്ല. അത് ശരി, അതാണ് നിങ്ങളുടെ അവസ്ഥ. ചായ ഇറങ്ങും. നിങ്ങളുടെ ഈ കാലിന് കെട്ടാക്കിയിട്ട് എത്ര കാലമായി? വർഷങ്ങളായോ? ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ കെട്ട് അഴിച്ച് കെട്ടാറുണ്ടോ? അതാര് ചെയ്യും? അവിടെ മെഡിക്കൽ കോളേജിൽ. അപ്പോൾ നിങ്ങളെങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് എത്തുക? ബസ്സിൽ പോയി മെഡിക്കൽ കോളേജിൽ എത്തും. ഇത്ര ദൂരെയുള്ള മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങളിത് അഴിച്ചു കെട്ടാൻ വേണ്ടി അവിടെ പോവോ? ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താ? അതിനുള്ളിൽ എത്ര പഴുപ്പുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം കുഴപ്പമുണ്ട് ആ കാലിൻ്റെ കെട്ടിനുള്ളിൽ? എന്തെങ്കിലും രേഖകളുണ്ടോ നിങ്ങൾ ചികിത്സിച്ചതിൻ്റെ, ഡോക്ടറെ കണ്ടതിൻ്റെ? അവിടെ തന്നെ ഇട്ടേക്ക. അതൊന്ന് അവിടെ എവിടെ ഇട്ടേക്കണം? ആഫീസിലുണ്ട് അതിൻ്റെ രേഖകളൊക്കെ. ശരി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്നാണ് അടുത്ത ദിവസം ഇത് അഴിച്ചു കെട്ടേണ്ടത്? ഇപ്പം നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്കാണോ പോണേ? അപ്പോൾ നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകാനായിട്ട് വരുന്ന വഴിക്കാണോ എന്നെ കണ്ടത്? അത് ശരി. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ നമുക്ക് ചെയ്യാലോ. അല്ല, അത്ര ദൂരേക്ക് പോകണ്ടേ? അല്ല, ഡോക്ടർമാർക്ക് കാണാനായിട്ട് ഇവിടെയും ഡോക്ടറാണുള്ളത്. ഇവിടെയും ഇരിക്കുന്നത് ഡോക്ടറാണ്. അപ്പോൾ ഇവിടുത്തെ ഡോക്ടറെ കണ്ടാൽ പോരെ?
വലിയ ഓഫീസർമാരാണത്. അവിടെ മെഡിക്കൽ അപ്പോൾ ഇവിടെ എന്താ ഇവിടെ ഡോക്ടറാണ് ഇരിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഡോക്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഡോക്ടറാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ കാല് അഴിച്ചു കെട്ടുന്നതിന് ഇവിടെ പറ്റില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ വന്നിട്ടില്ല, നമുക്കിപ്പോൾ ഇവിടെ ചെയ്യാലോ ഇത്. ഇപ്പം നിങ്ങളിത് ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ? എന്താ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്താൽ എന്താ? ഡോക്ടർ വരുന്ന സമയത്ത് ഈ കാലൊന്ന് അഴിച്ചു കെട്ടേണ്ട കാര്യം നമുക്ക് ഇവിടെ ചെയ്തുകൂടെ? അതിന് മെഡിക്കൽ കോളേജിൽ പോകണോ? അവിടെ റിപ്പോർട്ട് ഇരുന്നോട്ടെ. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ കാലൊന്ന് അഴിച്ച് കെട്ടുക, അതിൽ എന്തെങ്കിലും പഴുപ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് മരുന്ന് വാങ്ങിക്കുക, ഇതല്ലേ വേണ്ടോ? ഇത്രയല്ലേ വേണ്ടോ? ഈ കാല് ശരിയാവാനുള്ള മരുന്ന് വാങ്ങിക്കുക, ഡോക്ടറെ കാണുക, ഇതല്ലേ നമ്മുടെ ആവശ്യം. ഈ ആവശ്യം നമുക്ക് ഇവിടെ നിർവഹിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്തൂടെ? ഡോക്ടർ വരട്ടെ, 9 മണിയാകുമ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞ് ഡോക്ടർ വരും. എന്നിട്ട് നമുക്ക് ഡോക്ടറെ കാണാം. മനസ്സിലായോ? എന്നിട്ട് ഡോക്ടർ പറയാണ് ഇത് അഴിച്ചു കെട്ടി തരാമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം. ഞാൻ പറയുന്നത് മനസ്സിലാവണ്ട? നിങ്ങൾക്ക് ഭക്ഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഞാനൊരു ആട് ബിരിയാണി മേടിച്ചു തന്നാലും നിങ്ങൾക്ക് വേണ്ട. ഇറങ്ങണില്ല. അത് ശരി. ഇറങ്ങണില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചായ കുടിച്ചു. വേണ്ടെന്ന് പറഞ്ഞു. ഇറങ്ങുന്നില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് എന്താ ഇപ്പോൾ വേണ്ടേ? അല്ല, സഹായം നിങ്ങൾ എത്ര വലിയ സഹായം ചെയ്യാനും എനിക്ക് കഴിയും. നിങ്ങൾക്ക് വീട് വേണോ? സ്വന്തമായി വീട് വേണോ? വേണ്ട. നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാം. വീട് വേണമെങ്കിൽ വീട് തരാം. അതിൻ്റെ ആവശ്യമില്ല. വീടിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വസ്ത്രം ഒന്ന് മാറണമെന്നുണ്ടോ? പുതിയ വസ്ത്രം അണിയുന്നുണ്ടോ? അല്ല, വസ്ത്രം നമ്മൾക്ക് അവിടെ മെഡിക്കൽ കോളേജിൽ പോയാൽ അവിടെ സാർമാർ താനം കുളിപ്പിക്കും, ഡ്രസ്സൊക്കെ മാറിത്തരും. പിന്നെ കിട്ടും അവിടെ. നിങ്ങൾക്ക് ഇപ്പം എന്താ വേണ്ടത്? നിങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങളുടെ കാലിലെ കെട്ടഴിച്ച് ശരിയാക്കേണ്ടതാണോ? പുതിയ വസ്ത്രമാണോ വേണ്ടത്? നിങ്ങൾ വീടാണോ വേണ്ടത്? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട. ഇപ്പം നിങ്ങളുടെ ആവശ്യം എന്താ? ഇപ്പോഴത്തെ നിങ്ങളുടെ ആവശ്യം എന്താ? സാറിന്റെ എങ്ങനെ മനസ്സാണ് അങ്ങനെ പോലെ. അത് ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാന്ന്. നിങ്ങൾക്ക് വീട് വേണോ? വീട് വേണ്ട. നിങ്ങൾക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല. വീട് ആവശ്യമില്ല. നിങ്ങളുടെ ആവശ്യം എന്താണ്? അത് പറയും. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? നിങ്ങൾക്ക് പുതിയ വസ്ത്രം വേണോ? ചെരുപ്പ് വേണോ? ചെരുപ്പ് ഇടാൻ പാടില്ല. അത് കാരണമില്ല. അപ്പൊ ചെരുപ്പ് ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്? ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചോളൂ. ആവശ്യമില്ലാത്ത നമ്മൾ ചോദിച്ച് മേടിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് എന്താ നിങ്ങൾ ആവശ്യപ്പെടണേ? നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് എന്തെങ്കിലും ചോദിച്ചു മേടിക്കില്ലേ? നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ട് കൊടുക്കും, നമ്മളെ കയ്യിലിട്ട് കൊടുക്കും. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു 100 രൂപ തന്നാൽ നിങ്ങൾ മേടിക്കുമോ? സാറിന്റെ ഇഷ്ടമാണ്. അതെ, നിങ്ങൾ മേടിക്കുമോ? ഞാനൊരു 100 രൂപ നിങ്ങൾക്ക് തരട്ടെ. ദാനം ചെയ്താൽ ദാനമാണോ ദാനമല്ല എന്നുള്ളതല്ല. നിങ്ങൾക്കൊരു 100 രൂപ തരട്ടെ, നിങ്ങൾ വാങ്ങിക്കോ? നിങ്ങൾ വാങ്ങിക്കോ? എൻ്റെ കയ്യിൽ 100ൻ്റെ നോട്ട് ഉണ്ടോ എന്ന് നോക്കട്ടെ. അതാ 100 രൂപ. നിങ്ങൾ കാശ് മേടിക്കും അല്ലേ? നിങ്ങൾക്ക് എത്ര? 500 രൂപ വേണോ? 500 രൂപ വേണമെങ്കിൽ 500 രൂപ തരാം. അത്രയ്ക്ക് ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് കാശിൻ്റെ ആവശ്യമുണ്ടോ? ബസ്സിൽ പോവും. എൻ്റെ കയ്യിൽ 500ൻ്റെ നോട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 500 രൂപ തരാം. 500ൻ്റെ ആവശ്യമില്ല. അത് അത്രയ്ക്ക് ആവശ്യപ്പെടരുത്. മനുഷ്യന്മാർക്ക് അത്ര തരുന്ന അത്രയാണ് ധർമ്മം. അല്ലെങ്കിൽ നമുക്ക് 500 കൊടുക്കുക, 1000 കൊടുക്കുക, അത് ചോദ്യം ചോദിച്ചാലേ അത് തെറ്റാണ്. അപ്പം നിങ്ങൾക്ക് വീട് വേണ്ട, ചെരുപ്പ് വേണ്ട, പുതിയ വസ്ത്രം വേണ്ട,
നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയാലും നിങ്ങൾക്ക് വീട് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് തരാം. അങ്ങനെ ഒരാള് പറയാണ്ടെങ്കിൽ വേണോ? വേണോ? നിങ്ങൾക്ക് 500-ൻ്റെ നോട്ട് വേണോ? സാറിന്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 500 രൂപ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ 500 രൂപ വാങ്ങിക്കുമോ? വാങ്ങിക്കും. എന്നാൽ ആ 100-ൻ്റെ ഇങ്ങോട്ട് കാട്ട്. നിങ്ങൾക്ക് ഞാൻ 500-ൻ്റെ തരാം. 500-ൻ്റെ നോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതാ ആ 100 ഇങ്ങോട്ട് താട്ട്. ഇതാ 500-ൻ്റെ നോട്ട്. നിങ്ങൾ ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത്? എന്താ ചെയ്യുന്നത്? അങ്ങനെ തന്നെ പോക്കറ്റിൽ വെക്കും. പോക്കറ്റിൽ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞാൽ പുറത്തുനിന്ന് മരുന്ന് വാങ്ങാൻ പറഞ്ഞാൽ പുറത്തുനിന്ന്